ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊത്തു പൊറോട്ടയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ 3 പൊറോട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാം. ഇതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് ഇടാം. ഒരു 3 സവാളയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതിനും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി സ്ലൈസ് ചെയ്ത്, ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു ശകലം കുരുമുളക് പൊടി. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് ഒരു 100 ഗ്രാം ചിക്കൻ ഫ്രൈ ചെയ്തത് നമ്മൾ ലെയർ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ സ്വാദിഷ്ടമായ കൊത്തു പൊറോട്ട ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.